ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ മദീന പ്രൊവിൻസിലുള്ള അല്ലുല എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഓൾഡ് ടൗൺ എന്നറിയപ്പെടുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ദിറ എന്നും ഇവിടെയുള്ളവർ പറയാറുണ്ട്. പട്ടണം എന്ന് മാത്രമാണ് അതിൻ്റെ മീനിങ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓൾഡ് ടൗണിൻ്റെ പുറത്തു കൂടെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് റോഡിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴുള്ള വ്യൂ, നൈറ്റ് വ്യൂ കാണിച്ചു തരാം. പൊതുവെ അല്ലുലയിൽ കുറേയേറെ സ്ഥലങ്ങൾ നമ്മൾ ഡാർക്ക് അല്ലുല എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നൈറ്റിൽ ഇവിടുത്തെ ലൈറ്റുകളുടെ പ്രത്യേകതയാണ് അതിനെ ആ ഡാർക്ക് അല്ലുല എന്നുള്ള പേരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്സിലെ ലൈറ്റുകൾ എല്ലാം ഒരു താഴേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സൈസ് ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത്. വീഡിയോയുടെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം നമ്മൾ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് നമുക്കത് തൊട്ടടുത്തെത്തുമ്പോൾ നന്നായിട്ട് വെട്ടമുണ്ട്. പക്ഷേ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴേക്കും ജസ്റ്റ് ഡോട്ടായിട്ട് മാത്രമേ കാണൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നോക്കിയാൽ കാണാം. ജസ്റ്റ് അവിടെ ഇവിടെ ഓരോ പോയിൻ്റ് കാണുന്നുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നല്ലതായിട്ട് നമുക്ക് വിസിബിളാണ് സംഭവം. ഇത് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ഈ ഓൾഡ് ടൗണിലെ ബിൽഡിങ്സൊക്കെ 7 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബിൽഡിങ്സ് ആണെന്നാണ് പറയുന്നത്. 7 നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളികൾ, മാർക്കറ്റ്, ബിൽഡിങ്സ് മീൻസ് കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ പീക്ക് ടൈമാണിത്. അതുകൊണ്ട് ഇപ്പോൾ ആ ബിൽഡിങ്സിലേക്കൊക്കെ അവരൊരു LED പ്രൊജക്ടർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. പക്ഷേ പകൽ വെളിച്ചത്തിൽ ഇതിങ്ങനെയല്ല, കറക്റ്റ് നമുക്ക് കാണാൻ നല്ലൊരു ഓൾഡ് ആയിട്ടുള്ള പഴയ പൊട്ടിപ്പൊളിഞ്ഞൊരു ഇതില്ലേ ആ വീടുകൾ, ബിൽഡിങ്സ് അങ്ങനത്തെ ഇതാണ്. അതിലേക്ക് അവർ ആ ലൈറ്റ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനെ ഒരു ഇതിൻ്റെ പകൽ വ്യൂ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ എന്ന് പറയുന്നത് അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ബിൽഡിങ്സിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ മുഴുവനായിട്ട് നശിച്ചു പോകാനായിട്ട് വിട്ടു കൊടുക്കാതെ അതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കാരണം ഇതൊക്കെ അന്നത്തെ പഴയ ആ ബിൽഡിംഗ് ആണ്. 7 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്. ആ എന്താ പറയുക, ലൈറ്റിൽ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി. രാത്രിയുടെ ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പകൽ പല പ്രാവശ്യം ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഭംഗി കണ്ടിട്ടുണ്ടെങ്കിലും രാത്രിയിൽ ഇതിന് ഇത്രയും ഭംഗിയുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇന്നാണ് കേട്ടോ അറിയണത്. അതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ ചെയ്തു. ഇത് ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥലമാണെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ ആ പഴയ ബിൽഡിങ്സിനെയൊക്കെ അവർ പല രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, മാർക്കറ്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടി ഒരുപാട് വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ടൂറിസ്റ്റുകളുടെ നല്ല പീക്ക് പോയിൻ്റാണ് ഇവിടുത്തെ. കാരണം നല്ല ക്ലൈമറ്റാണ്, ഭയങ്കര തണുപ്പുമല്ല, എന്നാൽ ചൂട് സ്റ്റാർട്ടായിട്ടില്ല. അങ്ങനെ ഒരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പീക്ക് പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് ഇവിടേക്ക് കയറാൻ വേണ്ടി. പിന്നെ പാസ് ഇല്ലാണ്ടൊന്നും നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ആക്സസ് ഉള്ളതായിട്ട് തോന്നിയില്ല. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ പറഞ്ഞത് അങ്ങനെ പറ്റില്ല, നമ്മുടെ വണ്ടി ഒരു പോയിന്റ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ വണ്ടിയിൽ നമ്മൾ ടോക്കൺ പാസ്സൊക്കെ എടുത്തിട്ട് അവരുടെ വണ്ടിയിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.